ശ്രീകുമാർ. പക്ഷെ പാർട്ടിയുടെ സുചിന്തിതമായ നിലപാട് അത് തന്നെയാണ്. അതിൽ നേതാക്കൾ അനവധി കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നാളെ അല്ലെങ്കിൽ അടുത്ത തവണ മാധ്യമങ്ങളെ കാണുമ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടാകും എന്ന ആത്മവിശ്വാസം PS സഞ്ജീവിനുണ്ട്. പക്ഷെ നോക്കൂ, ഈ ഒരൊറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അഭിമന്യു എന്ന പേര് വീണ്ടും എടുത്തുകൊണ്ട് SDPI ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ പാലക്കാട് കോൺഗ്രസിനെ തിരിച്ചുകൊത്തില്ലേ? ഇന്നിപ്പോ നോക്കൂ, രമേശ് ചെന്നിത്തല പറഞ്ഞതാണ് SDPI രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കരുതെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. SDPI കൂട്ടുകെട്ടിനേക്കാൾ വലിയ ചെറ്റത്തരം അദ്ദേഹം കാണിക്കാനുണ്ടോ? അപ്പൊ പാലക്കാട്ട് ഇതാണോ കാണിച്ചത്? നോക്കൂ ശ്രീമതി മാധു, SDPIയുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രിയോടല്ല CPM-ലെ ആരോട് ചോദിച്ചാലും അവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം BJPയുടെയും SDPയുടെയും CPM-ന്റെയും ആ ഒരു സംയുക്തമായൊരു മഴവില്ല് ഇപ്പൊ തെളിഞ്ഞു വരുന്നുണ്ടല്ലോ. ആ മഴവില്ലാണ് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് SDPയുടെ ഇന്ന് ചോദിച്ചാലും നാളെ ചോദിച്ചാലും മുഖ്യമന്ത്രി മറുപടി പറയില്ല. ഇന്ന് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു. SDPയുടെ വോട്ട് വേണ്ടോ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ? ഓരോരോ മണ്ഡലത്തിലും അവിടുത്തെ സ്ഥാനാർത്ഥികൾ അവരുടേതായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് വെച്ചാൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ ആദ്യം പറഞ്ഞത് പേരാമ്പ്രയിൽ SDPയുടെ വോട്ട് വേണ്ടെന്ന് പറയില്ല. അതിനുശേഷം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി എന്ന് പറഞ്ഞത് ആരെങ്കിലും BJPയെ തോൽപ്പിക്കാൻ വോട്ട് തരാന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്ന് പറയുന്നത് മൗഢ്യമല്ലേ? അതാണ് MA ബേബി. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? ഇപ്പൊ ശിവൻകുട്ടി പറഞ്ഞു SDPയുടെ വോട്ട് വേണം. അപ്പൊ ചോദിക്കാതെ തന്നത്. അപ്പൊ SDPയുടെ പ്രസിഡന്റ് ലത്തീഫ് പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു. SDPI പ്രസിഡന്റ് എന്താ പറഞ്ഞത്? VD സതീശനാണ് UDF-ന് വേണ്ടി വോട്ട് വേണ്ട എന്ന് പറഞ്ഞത്. അത് ശരിയാണ്. SDPയുടെ വോട്ട് വേണ്ടെന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ CPM പറഞ്ഞാൽ മതി, അവർ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ഭരണം പോകാറായി നിൽക്കുമ്പോൾ, ഭരണം കിട്ടാത്തൊരവസ്ഥയിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കൈകാലിട്ടടിക്കുമ്പോൾ ഏത് വോട്ടും 4 വോട്ടെങ്കിൽ 4 വോട്ട് പ്രധാനപ്പെട്ടതാ. അപ്പോൾ പ്രത്യയശാസ്ത്രവും അതുപോലെ ആശയവും എല്ലാം കളയും. ഇപ്പൊ CPM സത്യം പറഞ്ഞ CPM ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. സുധാകരൻ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല CPM. ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ TKT ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. കുഞ്ഞിക്കണ്ണ മാഷ് പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അപ്പൊ നമ്മളതിനെ വിട്ടുകളാം. പിന്നെ മാധവ വെച്ചേക്കോൻ പാലക്കാട് തിരിഞ്ഞു കുത്തില്ല. നല്ല ചോദ്യം അത്. പാലക്കാട് SDPIയുടെ പിന്തുണ UDF-ന് ഉണ്ടായിരുന്നിരിക്കാം. കാരണം വെച്ചാൽ പരസ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പിന്തുണച്ചിരിക്കും, ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല. അതിനുശേഷം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 18,000 വോട്ടിൽ ജയിച്ചപ്പം SDPI പ്രേരണ നടത്തി. ആ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സത്യമായിട്ട് പറയാണ്, റിപ്പോർട്ടർ ചാനൽ ഒരു വാർത്ത എടുത്തു. SDPI പിന്തുണയോടെ പാലക്കാട് പിടിച്ചടക്കുന്നത്. മാധുവിന് ഓർമ്മയുണ്ടോ? ഈ റിപ്പോർട്ടർ ചാനൽ 8-9 മാസം കോൺഗ്രസിന്റെ വക്താക്കളെ അയക്കാതെ അവർ പ്രതിഷേധിച്ചു. അതിന് വേണ്ടിയിട്ട് അതിലും വലിയ ഉത്തരം ഞാൻ പറയേണ്ട കാര്യം. അതിലും വലിയ ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. എന്താണെന്നറിയാമോ? പ്രതിപക്ഷ നേതാവിനോട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വളരെ കൃത്യമായി മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, SDPയുടെ വോട്ട് വേണോ, SDPയുടെ വോട്ട് വേണ്ടേ, SDPയുടെ വോട്ട് വേണോ വേണ്ടേ? കമാന്നൊരക്ഷരം ആഹാ മിണ്ടിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 3 ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പൊതു തെരഞ്ഞെടുപ്പിന് പോവല്ലേ? പൊതു തെരഞ്ഞെടുപ്പിനാണല്ലോ നമ്മൾ രാഷ്ട്രീയ സഖ്യമൊക്കെ കൃത്യമായിട്ട് രാജാക്കന്മാരല്ലേ? നമുക്കങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരു നിലപാട്, ലോക്സഭയ്ക്ക് ഒരു നിലപാട് എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? അല്ല, അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത്. UDF-ന്റെ രാഷ്ട്രീയ നിലപാടെന്നല്ല ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ നിന്ന് ഒരു പൊതു തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ നിലപാടും ഉപതെരഞ്ഞെടുപ്പിലെ ഒരു ഉദാഹരണം പറയാം. എല്ലാ ഉദാഹരണം പറയാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് MV ഗോവിന്ദ മാഷോടെ ഒരു ചോദിച്ചു. അതായത് നമ്മളുടെ RSS-ഉമായിട്ട് നേരത്തെ CPM-ന് ബന്ധമുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് MV ഗോവിന്ദ മാഷ് പറഞ്ഞു. അപ്പൊ അത് വിവാദം ആയില്ലേ എന്ന് ചോദിച്ചപ്പോ എന്താ സത്യം പറഞ്ഞതിൽ എന്താ വിവാദം എന്ന് ചോദിച്ചു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ വോട്ടോടെ കിട്ടണം. ആ ഒരു രീതി ഒരു തെരഞ്ഞെടുപ്പിൽ പോകുന്ന മാഷ് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാഷ് അത് മാത്രമല്ല, മാഷ് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ചോദ്യം എന്താ വെച്ചാൽ CPM-ന്റെയും LDF-ന്റെയും രാഷ്ട്രീയ നിലപാട് ആരാണ് പ്രഖ്യാപിക്കുക? MV ഗോവിന്ദ മാഷാണോ അതോ LDF കൺവീനർ ആണോ അതോ ഇപ്പൊ ഏതെങ്കിലും? CPM-ന്റെയും കോൺഗ്രസിന്റെ നിലപാട് മാറുന്നുണ്ട് എന്നുള്ളത് അങ്ങ് പറഞ്ഞു, ഞാൻ എടുക്കാം. പക്ഷേ SDPയുടെ നിലപാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മതേതര നിലപാടും പിന്നീട് ലോക്സഭയിലും തദ്ദേശത്തിലും വരുമ്പോ ഈ പറയുന്ന വർഗീയ നിലപാടുമാകുന്ന സാഹചര്യം മാറുന്നില്ല. അവരുടെ നിലപാട് മാറുന്നില്ല, നിങ്ങളുടെ നിലപാടാണ് മാറുന്നത് എന്നുള്ളിടത്താണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഒരിടവേള വരാം. അങ്ങനെയൊക്കെ തന്നെ വരാം. Debate with Madhu Saji.